UDF എന്നത് തമ്മിലടിക്കുന്ന സംവിധാനമായി മാറിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വലിയ ആഭ്യന്തര സംഘർഷങ്ങളാണ് UDFിലും കോൺഗ്രസിനകത്തും നടക്കുന്നത്. ഇരട്ടിയിൽ വെച്ച് നടന്ന LDF പേരാവൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ. CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പേരാവൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നൂറുകണക്കിന് LDF പ്രവർത്തകരാണ് പങ്കെടുത്തത്. കഴിഞ്ഞ തവണ LDFിന് നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ ഇത്തവണ തിരിച്ചുപിടിക്കണമെന്നും ശൈലജ ടീച്ചർക്ക് ഉജ്ജ്വല വിജയം പേരാവൂരിലുണ്ടാവുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഇപ്രാവശ്യം ഈ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സഖാവ് KK ശൈലജ ടീച്ചർക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക മാത്രമല്ല, അത് മൂന്നാമത്തെ ടേമിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവേശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉള്ളടക്കമാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ LDF സർക്കാർ പറയുകയുള്ളൂ. കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യത്തെ വർഗീയ കലാപങ്ങളില്ലാത്ത ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതികൾ എല്ലാ സ്ത്രീകളിലേക്കും എത്തിക്കും. നിലവിൽ നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനായ 2000 രൂപ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കാനുള്ള നടപടി LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ കൈക്കൊള്ളും. ജില്ലയിലെ LDF നേതാക്കളായ N ചന്ദ്രൻ, വത്സൻ പാനോളി, ബിനോയ് കുര്യൻ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കണ്ണൂർ.